നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരായ ഹർജി സുപ്രീംകോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. അടിയന്തരമായി കേൾക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വാദം കേൾക്കും. നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി വിധി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന് കേരളം ആവശ്യപ്പെടും. ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, ഹൈക്കോടതി ഈ ഒരു നവകേരള സർവേ അത് റദ്ദ് ചെയ്തുകൊണ്ട് നിരീക്ഷിച്ച പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. അത് രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തിയാണോ ഈ സർവേ എന്നുള്ള ചോദ്യം അടക്കമുണ്ടായിരുന്നു. എന്തായാലും സർക്കാർ അതിനെതിരെയൊക്കെ അപ്പീൽ നൽകാൻ തന്നെയാണ് തീരുമാനം. അപ്പോൾ അടിയന്തരമായി വാദം കേൾക്കണമെന്നാവശ്യപ്പെടുമ്പോൾ സർക്കാർ അത് നടപ്പിലാക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ അപ്പീലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഈ പൊതുപണം എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം. സർക്കാർ ഇപ്പോൾ പൊതുപണം വിനിയോഗിക്കുന്നത് തുടർഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണ്. ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വേണം എന്ന് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യമുണ്ടായിരുന്നത്. ഈ തരത്തിലുള്ള ഹർജി ഹൈക്കോടതി അനുവദിക്കുകയായിരുന്നു ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നവകേരള സർവേ ഹൈക്കോടതി തടഞ്ഞത്. ഇതിനെതിരെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതിന് ശേഷം വളരെ അടിയന്തരമായി തന്നെ വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ സർക്കാരിൻ്റെ ഒരു അഭ്യർത്ഥന സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. ഇതനുസരിച്ച് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡറാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഇക്കാര്യത്തിൽ വാദം കേൾക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഹർജി ചൊവ്വാഴ്ച തന്നെ പരിഗണിക്കാം എന്നാണ് കരുതുന്നത്. അതേസമയം ഹർജിക്കാരൻ ഇവിടെ തടസ്സവാദ ഹർജി നൽകിയിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ വാദം കേൾക്കാതെ ഇക്കാര്യത്തിൽ നോട്ടീസ് അയക്കുകയോ ഏകപക്ഷീയമായ ഒരു നടപടികളേക്കോ സുപ്രീം കോടതി കടക്കരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. കാര്യം ഈ നവകേരള ഹർജി ഹൈക്കോടതി റദ്ദാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് തുടർഭരണം കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനം, ഒരു നടപടി ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യം, ഒരു ചർച്ച മുഖ്യമന്ത്രിയുടെ ശബ്ദരേഖ തന്നെ പുറത്തു വന്നത്. ഇതേ തുടർന്നാണ് വിഷയം വളരെ തരത്തിലുള്ള ഒരു വിവാദമായി